ഹായ് ഓൾ. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ്. എൻ്റെ കയ്യിലുള്ളത് CBSE നമ്മുടെ മാത്തമാറ്റിക്സ് ഗൈഡാണ്. നമ്മുടെ സൈലന്റ് ഗൈഡ് എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഒപ്പീനിയൻ കിട്ടിയ ഗൈഡാണ് മാത്തമാറ്റിക്സ് ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഗൈഡിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് ഗൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഗൈഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നുള്ള കാര്യം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് അല്ലേ. ഇപ്പൊ ക്ലാസ് 10 CBSE മാത്തമാറ്റിക്സ് ബോർഡ് എക്സാം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നിലവാരമുള്ള എക്സാം തന്നെയാണ്. അപ്പൊ NCERT ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു ബോർഡ് എക്സാമിന് അത്രയും കോൺഫിഡന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് നല്ല CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഓരോ CBSE ക്വസ്റ്റ്യൻസും എന്താണ്, ഓരോ കോൺസെപ്റ്റ് ആണ്. അപ്പൊ കുറച്ച് പേര് പറയും ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ, ഇപ്പൊ ഞങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം ചോദിക്കാറുണ്ട്. മനസ്സിലാക്കേണ്ടത് CBSEയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ കോൺസെപ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, സെയിം ആയിട്ട് തന്നെ വെച്ചിട്ട് അതേപോലെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാല്യൂ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, PYQസിൽ അത്രയും അടിപൊളിയായിരിക്കണം, NCERTയിൽ അടിപൊളിയായിരിക്കണം, കോൺസെപ്റ്റിൽ എന്തായിരിക്കണം, പക്കായിരിക്കണം, MCQ സോൾവിങ്ങിലും എന്ത് ചെയ്യണം, അടിപൊളിയായിരിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഗൈഡിലൂടെ സാധിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ AK സാറിന് അറിയാം, നമ്മുടെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ്. AK സാർ ഉണ്ടാക്കിയ ഗൈഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പരിശോധിക്കാം. മക്കളെ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ടാണ് ഗൈഡ് വരുന്നത്. മിസ് ആദ്യം എന്ത് ചെയ്യാം, പാർട്ട് 1 എന്ന് ആരംഭിക്കാം. പാർട്ട് 1 ആകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എടുത്തിരിക്കുന്ന ഒരുപാട് ചാപ്റ്റേഴ്സിനെ കുറിച്ച് ധാരണ ഉണ്ടാവുമല്ലോ. സോ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുന്ന റിയൽ നമ്പർ ആണ്. റിയൽ നമ്പേഴ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. അപ്പൊ റിയൽ നമ്പേഴ്സിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ കാണുന്ന NCERTയിലുള്ള എല്ലാ കോൺസെപ്റ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആദ്യം കോൺസെപ്റ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആദ്യം നമുക്ക് നമ്പർ സിസ്റ്റം എന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്പേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അത് വരെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ സെറ്റാക്കിയിട്ട് മാത്രമാണ് നമ്മൾ ആക്ച്വൽ ടോപ്പിക്കിലേക്ക് കടക്കുന്നത് പോലും. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്പർ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ ആ കാണുന്ന ടോപ്പിക്കിന് ബേസ്ഡ് ആയിട്ടുള്ള CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ഇയർ കൊടുത്തിട്ടുണ്ട്. 2025 CBSE ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ടിംഗ് പേജിൽ തന്നെ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈം നമ്പേഴ്സ് ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കിന് വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇയർ അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടോപ്പിക് പറയുന്നു, ആ ടോപ്പിക്കിന് അണ്ടർ തന്നെ എന്ത് ചെയ്യാണ്, CBSE ബോർഡ് എക്സാമിന് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പിക് പഠിക്കുന്നു, അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ പഠിക്കുന്നു. അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ NCERT ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്, CBSE ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്, കോൺസെപ്റ്റ് പറയുന്നുണ്ട്. എല്ലാത്തിലും ഉള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം അത് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ ഗൈഡ് വാങ്ങിയവർക്ക് അറിയാം, ഒരുപാട് പേര് ഇത് കാണുന്നവരെന്നെ ഗൈഡ് വാങ്ങിയവരായിരിക്കും എന്നറിയാം. നല്ല രീതിയിൽ ഫീഡ്ബാക്ക് ലഭിച്ചത് പോലും ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. മക്കളെ ശ്രദ്ധിക്കുക, CBSEയുടെ അത്രയും ഇയേഴ്സ് 2023, 24, 20 അതും ടോപ്പിക് വൈസ് നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുത്തിരിക്കുകയാണ് വിത്ത് സൊല്യൂഷൻ ആണ്. ഈ സൊല്യൂഷൻ എടുത്ത് പറയേണ്ട റീസൺ വെച്ച് കഴിഞ്ഞാൽ ചില ബുക്സിൽ നമ്മൾ കാണാറുണ്ട് സൊല്യൂഷൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, വായിച്ച് നമുക്ക് മനസ്സിലാവണമെന്നില്ല. നമുക്ക് അത്രയും ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ സ്റ്റെപ്സ് ഒക്കെ അത്രയും സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഗൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ HCF, LCM എന്ന് പറഞ്ഞ ടോപ്പിക്കിലും ഇതേപോലെ കോൺസെപ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, NCERT ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ആലോചിച്ചില്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു ടോപ്പിക്കിൽ ഇത്രയധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഒരു ടോപ്പിക്കിൽ ഇത്രയധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതല്ലാതെ വേർഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ടോപ്പിക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്, വേർഡ് പ്രോബ്ലംസ് എന്നാണ്. അപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇത്രയും പേജുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സസൈസ് 1A എന്ന് പറഞ്ഞിട്ട് കാണുമ്പം അതിൽ തന്നെ PYQ കോർണർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിക്കാത്ത, നേരത്തെ ഉൾപ്പെടുത്താത്ത PYQs മൊത്തം ഈ PYQ കോർണറിൽ ഇയർ അടക്കം മെൻഷൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അടുത്ത കാര്യമാണ് നമുക്ക് അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ചില ബുക്സിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, കുറച്ച് MCQs മാത്രമേ കാണാറുള്ളൂ. ഇവിടെ നമ്മൾ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മാർക്കുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നല്ലോണം പഠിക്കണം. അപ്പോൾ ആ ടോപ്പിക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ കേസ് സ്റ്റഡി നമുക്ക് തപ്പാറില്ലേ, അയ്യോ ഈ ചാപ്റ്ററിന് വരുന്ന കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, നമുക്ക് ഡൗട്ട് ഉണ്ടാവാറില്ലേ. അപ്പോൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിന് മാത്രം സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. എല്ലാത്തിൻ്റെയും സൊല്യൂഷൻസ് മക്കളെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഈ ബുക്കിലില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മക്കൾ ഇതുപോലെ ഈ ചാപ്റ്റർ മാത്രമല്ല, പോളിനോമിയൽസ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നല്ല രീതിക്ക് ഗൈഡ് യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ്. ഗൈഡ് വാങ്ങി വെക്കൽ മാത്രമല്ല ചെയ്യേണ്ടത്, ഗൈഡ് എന്ത് ചെയ്യണം, മാക്സിമം യൂസ് ചെയ്യണം.
ഇവിടെ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ കൂടെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ ലൈവിൽ പറയുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ NCERT ക്വസ്റ്റ്യൻസും അതിനൊക്കെ പുറമേ അത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗൈഡിലൂടെ കിട്ടും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ ഗൈഡ് വാങ്ങി വെക്കാതെ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും. ഇനി ചിലപ്പോൾ NCERT പറയാത്ത CBSE വന്നിരിക്കുന്ന ചില കോൺസെപ്റ്റ് ഉണ്ടാവും. ആ കോൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ്ലി നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും അത് പഠിച്ചു പോകാനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ NCERT ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. NCERT എക്സാമ്പിൾസും എക്സസൈസ് ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടതാണ് അല്ലേ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മളെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് പാർട്ട് 1 ആണ്. ഇതേപോലെ പാർട്ട് 2 ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, വാങ്ങി നോക്കുക. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതൊരു വെറുതെ ആവില്ല. ഈ ഗൈഡ് നമുക്ക് അത്രയും പേഴ്സണലി നമ്മളെല്ലാവരും യൂസ് ചെയ്ത കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്കത് അത്രയും ഹെൽപ്ഫുൾ ആണ്. ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഒരു ഗൈഡിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് എഫക്റ്റീവായിട്ട് മാറുക, നിങ്ങൾ അത്രയധികം വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. 1500-ലധികം ക്വസ്റ്റ്യൻസ് ആണ് ഒരു പാർട്ട് മാത്രമായിട്ട് കിടക്കുന്നുണ്ടാവുക. അപ്പം അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കാൻ നോക്കുക, പഠിക്കുക. നമ്മുടെ മുന്നിലുള്ളത് ബോർഡ് എക്സാം ആണ്. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടൊക്കെ ഫോളോ ചെയ്യുവാണ്, കൂടെ ക്ലാസ് കൂടെ കണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങി തന്നെ പാസ്സാവാൻ വേണ്ടി പറ്റും. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. സോ ഇനി അടുത്ത ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെ നിന്ന് വാങ്ങിക്കുന്നുള്ള കാര്യമാണ്. മക്കൾ നിങ്ങൾ സൈലം ലേണിംഗ് ആപ്പിൽ സൈലം സ്റ്റോർ വിസിറ്റ് ചെയ്യുക. ക്ലാസ് 10 CBSE മാത്തമാറ്റിക്സ് ഗൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ മൊത്തം ബുക്സ് നിങ്ങൾക്ക് വരുന്നത് 1500 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക, സെറ്റ് ആക്കുക. നമുക്ക് ഇനിയും വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.